എല്ലാവരും സന്തോഷമായിരിക്കണം, സാഹോദര്യം നിലനിർത്തണം എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് ഈദിന്റെ പ്രധാനപ്പെട്ട സന്ദേശവും. എല്ലാവരും ഐക്യത്തോടെയും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കണം എന്നുള്ളതാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ ഇന്ന് വിവിധ പ്രാർത്ഥനാ ചടങ്ങുകളിൽ കാണുന്നതും അത് തന്നെയാണ്. നമുക്കിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റെഫിൻ ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, എങ്ങനെയാണ് തിരുവനന്തപുരത്തെ ബലിപെരുന്നാൾ ആഘോഷങ്ങൾ, പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ജയലക്ഷ്മി, ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലാണ് പതിവ് പോലെ ഇക്കുറിയും ബലിപെരുന്നാളിന്റെ പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുന്നത്. VP സുഹൈബ് മൗലവി, പാളയം ഇമാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായി. വിശ്വാസികളെല്ലാം തന്നെ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ വന്നിട്ടുണ്ട്. ഒരു ഭാഗത്ത് സ്ത്രീകളും ഒപ്പം തന്നെ മറ്റ് ഒരു ഭാഗത്ത് പുരുഷന്മാരും എന്ന രീതിയിലാണ് ഈ ചടങ്ങുകൾക്ക് ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഉടൻ തന്നെ ഏതാണ്ട് 7:30 മണിക്ക് ഈ ബലിപെരുന്നാൾ പ്രാർത്ഥനകൾ തുടങ്ങുമെന്നുള്ളതായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. അതിന് സമാനമായ രീതിയിൽ ഇപ്പോൾ പ്രാർത്ഥനാ ശുശ്രൂഷകളെല്ലാം തന്നെ തുടങ്ങുകയാണ്. ഇത്രയും നേരം തക്ബീർ മുഴക്കിക്കൊണ്ട് വിശ്വാസികളെല്ലാം തന്നെ ചന്ദ്രശേഖർ സ്റ്റേഡിയത്തിൽ പ്രാർത്ഥനയുമായി എത്തിയിരുന്നു. ഒപ്പം ഈ പ്രത്യേക ശുശ്രൂഷകൾക്ക് ശേഷം ഈ ബലിപെരുന്നാളിൻ്റെ പ്രാർത്ഥനകൾക്കെല്ലാം ശേഷം ഈ VP സുഹൈബ് മൗലവി, പാളയം ഇമാമിൻ്റെ ഒരു പ്രഭാഷണം ഉണ്ടാകും. അതാണ് നമ്മൾ ഏറെ ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ചും ഒരു രാഷ്ട്രീയ സമകാലിക കാര്യങ്ങളെല്ലാം തന്നെ സാധാരണ അദ്ദേഹം പരാമർശിച്ച് പോകാറുണ്ട്. അതെല്ലാം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇക്കുറിയും അല്പസമയത്തിനകം തന്നെ ഇവിടെ പ്രാർത്ഥനാ ചടങ്ങുകൾ തുടങ്ങും. സ്റ്റെഫിൻ, നമുക്കറിയാം സ്നേഹവും സഹോദര്യവും ഒക്കെ പങ്കുവയ്ക്കുന്ന ഒരു ദിനമാണ് ഈ പെരുന്നാൾ എന്ന് പറയുന്നത്. ഈ പള്ളികളിലൊക്കെ ഒത്തുകൂടുന്ന ആളുകൾ പറയുന്നതും അത് തന്നെയാകുമല്ലോ അല്ലെ? അവരുടെ ഒരു പ്രതികരണം ലഭിക്കാനിടയുണ്ടോ സ്റ്റെഫിൻ? അതിനേതായാലും ഇപ്പോൾ ഒരു സാധ്യതയുമില്ല. കാരണം പ്രാർത്ഥനകൾ തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി ഏതായാലും ആ പ്രതികരണത്തിലേക്കൊന്നും പോകാൻ കഴിയില്ല. ഉടൻ തന്നെ പ്രാർത്ഥനകൾ തുടങ്ങും. പ്രത്യേകിച്ചും എല്ലാ വർഷത്തെയും പോലെ തന്നെ ഈ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലാണ് വിശ്വാസികൾ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. 7:30 സമയം പറഞ്ഞിരുന്നത് ഇത് തുടങ്ങുന്നതിന് വേണ്ടി. അതുകൊണ്ട് തന്നെ വിശ്വാസികളെല്ലാം ഓടി ഇങ്ങോട്ടേക്ക് പ്രത്യേകമായി സജ്ജീകരിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും സ്മരണ പുതുക്കിക്കൊണ്ടാണ് എല്ലാവരും ബക്രീദ് ആഘോഷിക്കുന്നത്. ലോക മുസ്ലിങ്ങളുടെ പരിശുദ്ധ ആഘോഷമായ ബക്രീദ് മലയാളികളുടെ ബലിപെരുന്നാൾ അല്ലെങ്കിൽ വലിയ പെരുന്നാളാണ്. അതുകൊണ്ട് തന്നെ വലിയ ഒരു പ്രാർത്ഥനാ നിർഭരമായ അനുഭവമാണ് ഇസ്ലാമിക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. ഇത് സാജീവ സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയാണ് ഓരോ. തീർച്ചയായിട്ടും സ്നേഹത്തിന്റെയും സഹോദരത്തിന്റെയും ഒക്കെ ഉദാത്തമായ ഉദാഹരണമാണ് നമ്മൾ ഈ പെരുന്നാളിൽ കാണുന്നതും അനുഭവിക്കുന്നതും. പള്ളികളിലൊക്കെ വിപുലമായ പ്രാർത്ഥനാ ചടങ്ങുകളാണ് പുരോഗമിക്കുന്നത്. ഈ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷം ഈദ് സന്ദേശവും ഉണ്ടാവും. നമുക്ക് ആ പ്രാർത്ഥനാ ചടങ്ങുകളിലേക്ക് أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹവും ബഹുമാനവുമുള്ള സഹോദരങ്ങളെ,